വയനാട് ദുരന്ത ഭൂമിയിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുന്നതും. പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അർജുൻ PS വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. അർജുൻ, ഇന്നത്തെ തെരച്ചിലിന്റെ വിവരങ്ങൾ. മുതൽ ഇത്തരത്തിൽ തെരച്ചിൽ തുടങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം പോലെ തന്നെ ജനകീയ തെരച്ചിൽ എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ ഈ തെരച്ചിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ പ്രദേശത്ത് എത്തി ഈ പരിശോധന നടത്തിയത്. ഇവർ ഇപ്പോഴും മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തത് പുഞ്ചിരിമട്ടം ഭാഗത്തായിരിക്കും. ഈ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിൽ ഇന്ന് പരിശോധന നടത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ കർശനമായി തന്നെ സംസ്ഥാന സർക്കാർ ഈ ഒരു വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവർ പരിശോധിക്കുന്നത് ഇത്തരത്തിലാണ്: ഏത് തരത്തിലായിരിക്കും ഇവിടെ ഇനി മനുഷ്യന് വാസം ഉണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിൽ മനുഷ്യന് വസിക്കാൻ കഴിയുന്ന ഇടമാണോ, ആ ഒരു സാഹചര്യം അടക്കം പരിശോധിക്കും. മാത്രമല്ല, ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയ ഭൂമി അല്ലെങ്കിൽ മറ്റ് ഭൂമികളുണ്ട് ഇവർക്ക് മാറി താമസിക്കാനുള്ള, ആ ഭൂമി എത്ര പര്യാപ്തമാകുമെന്നടക്കമുള്ളത് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു പ്രദേശത്ത് കുറച്ചു ദിവസം ഇവർ തങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 2 ദിവസം കഴിഞ്ഞാണ് ഈ ഒരു വിദഗ്ധ സംഘം എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിദഗ്ധ സംഘം ഇവിടെ എത്തുകയും കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ കളക്ടർ, ADGP അടക്കമുള്ളവരുമായി ഇവർ ആശയവിനിമയം നടത്തുകയും കൃത്യമായ മാർഗരേഖ നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ അവർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നതും ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിലെത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ പലരോടും നമ്മൾ സംസാരിച്ചപ്പോൾ, നമ്മൾ പല ആളുകളോടും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലർക്കും അവിടെ താമസിക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലം വേണമെന്നുള്ളതാണ് പലരുടെയും ആവശ്യം. നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ ആവശ്യം ഇത്തരത്തിലാണ്. തങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ ഇപ്പോൾ പേടിയാണ്, അതുകൊണ്ട് മറ്റൊരു സ്ഥലം വേണമെന്നാണ്. എന്നാലും ജോൺ മത്തായി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം അവരെ കണ്ടപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നു ഇപ്രകാരമാണ്: ആ ഒരു പ്രദേശത്ത് എങ്ങനെയാണോ നമുക്ക് കഴിയുക, അല്ലെങ്കിൽ അത്തരത്തിൽ താമസിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും ആദ്യ പഠനം നടത്തുക. പിന്നീട് ആ രീതിയിൽ അവിടെ ഒരു ടൗൺഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയുമോ എന്നുള്ളതടക്കം പരിശോധിക്കുമെന്നും അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തിനാ തന്നെയും കളക്ടറുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയും കളക്ടർ തന്നെ നമ്മളോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ഇവർ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാകും, കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്നും മടങ്ങുക, കൃത്യമായ അവലോകനം നടത്തിയതിനു ശേഷമായിരിക്കും അവരെ തിരിച്ചുവിടുക എന്നുള്ളത് രാജൻ മിനിസ്റ്റർ അടക്കം, കെ രാജൻ അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ദിരാ തന്നെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. പക്ഷെ ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. 6 സോണുകളായി തിരിഞ്ഞു തന്നെയാണ് ഇന്നും പരിശോധന നടത്തുന്നത്, അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലടക്കമാണ് ഇന്ന് പരിശോധന നടക്കുക. മാത്രമല്ല, ചാലിയാർ കേന്ദ്രീകരിച്ചും ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. 5 സോണുകളായി തിരിഞ്ഞായിരിക്കും ചാലിയാർ മേഖലകളിലും ഇന്ന് പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലിയാറിന്റെ ഭാഗത്തു നിന്നടക്കം സൂചിപ്പാറ മേഖലയിൽ നിന്നടക്കം ഈ ഒരു മൃതദേഹ ഭാഗങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ശരീരഭാഗങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എയർലിഫ്റ്റ് വഴിയാണ് ഇത്തരത്തിൽ ഈ ഒരു ഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെത്തിച്ചത്. ഇന്നും അത്തരത്തിലുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എയർലിഫ്റ്റ് വഴി ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർമിയുണ്ട്, അതുപോലെ തന്നെ SOG ഉണ്ട്, തണ്ടർ ബോൾട്ട് ഉണ്ട്. ഈ സംഘങ്ങളൊക്കെ അടങ്ങിയ ആളുകളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘങ്ങളാണ് ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് പോകുന്നത്. അനു, ശരി അർജുൻ.